എൻ്റെ പേര് ഡോക്ടർ താനി. ടോക്ക് വിത്ത് താനി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തെങ്കിലുമൊക്കെ ലക്ഷണങ്ങളുടെ ഭാഗമായി വയറ് അഥവാ അബ്ഡോമിനൽ ഏരിയ സ്കാൻ ചെയ്യുന്ന ഒട്ടുമിക്ക പേഷ്യൻസിൻ്റെയും റിപ്പോർട്ടിൽ കാണുന്ന ഒരു ഫൈൻഡിംഗ് ആണ് ഗ്രേഡ് 1 ഫാറ്റി ലിവർ. രോഗി തന്നെ വളരെയധികം കൺഫ്യൂസ്ഡ് ആവും. എനിക്ക് വേറെ അസുഖങ്ങളൊന്നുമില്ലല്ലോ, ലക്ഷണങ്ങളൊന്നുമില്ലല്ലോ, പിന്നെ എന്താണ് എൻ്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്? അത് നിരാകരിക്കാനാണ് ഇന്നത്തെ വിഷയമായി ഫാറ്റി ലിവർ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അവയവമാണ് കരൾ അഥവാ ലിവർ. ലിവറിൻ്റെ പ്രധാന ഫംഗ്ഷനാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫാറ്റിനെ ആരോഗ്യപരമായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ശരീരത്തിലേക്ക് എനർജി കൊടുക്കുക എന്നുള്ളത്. ഈ ഒരു പ്രോസസ്സിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു തടസ്സം നേരിട്ടാൽ ഫാറ്റ് അങ്ങനെ തന്നെ ലിവറിൽ വന്ന് നിറയും. അപ്പോൾ ഒരു ഡോക്ടർ നമ്മുടെ വയറ് സ്കാൻ ചെയ്യുന്ന സമയത്ത് ലിവറിൽ ഒരു 60% താഴെ ഇതുപോലെ ഫാറ്റ് വന്ന് നിറഞ്ഞൊരവസ്ഥയാണ് കാണുന്നതെങ്കിൽ അതിനെ അദ്ദേഹം ഗ്രേഡ് 1 ഫാറ്റി ലിവറായി കണക്കാക്കും. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ രോഗിക്ക് പ്രത്യേകിച്ച് പ്രകടമായ ലക്ഷണങ്ങളൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഫൈൻഡിങ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ കൃത്യമായ ജീവിത ചിട്ടയോടുകൂടി നമുക്ക് തിരിച്ച് ആരോഗ്യസ്ഥിതിയിലേക്ക് വരാവുന്നതേ ഉള്ളൂ. ചില ആളുകൾക്ക് ശരീരത്തിൽ ചെറിയ ഈ വലത് വാരിയലിൻ്റെ താഴെയായിട്ട് ചെറിയ വേദന അനുഭവപ്പെടും, അല്ലെങ്കിൽ ഒരു ഓക്കാനം പോലെ, എന്തൊക്കെയോ ഭയങ്കര ക്ഷീണം പോലെ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ എന്തോ ഒരു മടുപ്പ് പോലെ തോന്നുന്നു, വെയിറ്റ് ഭയങ്കരമായി കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു, ഇങ്ങനെയുള്ള ചില മൈൽഡായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുന്നു. ആ സമയത്താണ് പോയി സ്കാൻ ചെയ്യുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞതിനേക്കാളും ഒരു 60% കൂടുതലായി ലിവറിൽ ഈ ഫാറ്റി ചേഞ്ചസ് വന്നിട്ടുണ്ടാകും. അവിടെ ഇവിടെ ബലൂൺ പോലെയുള്ള ചെറിയ കാഴ്ചയിൽ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാകും. പിന്നെ ലിവറിൻ്റെ ഉള്ളിലെ കോശങ്ങൾ പതിയെ ഡാമേജ് ആവാൻ തുടങ്ങിയിട്ടുണ്ടാകും. ഇത് ശരിക്കും ഒരു ഡോക്ടറിന് സ്കാനിങ്ങിൽ കാണുന്ന ഫൈൻഡിങ് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ ഗ്രേഡ് 2 എന്ന് പറയും. അപ്പോൾ ഗ്രേഡ് 2 ഗ്രേഡ് 1 കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ്. ഗ്രേഡ് 3 എന്ന് പറയുമ്പോൾ രോഗിയുടെ വളരെ അനാരോഗ്യകരമായ ജീവിത രീതി കൊണ്ടോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ കാരണം കൊണ്ടോ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ അവരുടെ കണ്ണിൻ്റെ വൈറ്റ് ആ ഭാഗം, തൊലിപ്പുറം ഒക്കെ മഞ്ഞ നിറമാകാൻ തുടങ്ങും. അവർ പാസ് ചെയ്യുന്ന യൂറിൻ മൂത്രത്തിലൊക്കെ ഒരു കളർ വ്യത്യാസം വരാൻ തുടങ്ങും. തൊലിപ്പുറത്ത് ഒരു ചൊറിച്ചിൽ അല്ലെങ്കിൽ കറുത്ത പാടുകൾ വരാൻ തുടങ്ങും. മുറിവുകൾ വന്നാൽ അവർക്ക് ഉണങ്ങാൻ താമസം എടുക്കും. അങ്ങനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ലക്ഷണങ്ങൾ അവർ കാണിച്ചു തുടങ്ങുമ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ലിവർ മുഴുവനുമായും ഫാറ്റി ചേഞ്ചസ് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാകുകയും ചെയ്യും. ലിവറിൻ്റെ ഉള്ളിൽ ഈ ബലൂണിങ് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. ഉള്ളിൽ കാര്യമായ തന്നെ കോശങ്ങൾക്കൊരു ഡാമേജ് തുടങ്ങിയിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ഗ്രേഡ് 3 ഫാറ്റി ലിവർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്രേഡിംഗ് 1, 2, 3 എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു സ്കാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വ്യത്യാസങ്ങൾ പറയുന്നത്. അതൊരു ഡോക്ടറിന് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ വരാം. അതിന് പ്രധാനപ്പെട്ടത് ഒരു കാരണം എന്ന് പറയുന്നത് കള്ള് കുടിക്കുന്നതാണ്. അപ്പോൾ ഒരാൾ വളരെയധികം മദ്യപാനിയായ ഒരാൾക്ക് പെട്ടെന്ന് തന്നെ ലിവർ ഡിസീസ് വരാം. പിന്നെ അതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് വരുന്നതിന് പ്രധാനം അനാരോഗ്യകരമായ ജീവിതശൈലിയാണ്. പിന്നെ ഈ ഡയബറ്റീസ്, അതായത് ഷുഗർ ഉള്ളവർക്ക് വരാം, വളരെയധികം വണ്ണമുള്ളവർക്ക് വരാം, കൊളസ്ട്രോൾ ഒരുപാട് കൂടിയവർക്ക് വരാം, എന്തെങ്കിലും അസുഖങ്ങൾക്ക് വലിയ മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവർക്ക് ആ മരുന്നിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് വരാം. പിന്നെ വളരെ മലിനമായ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള വർക്ക് അന്തരീക്ഷം, ജോലി ചെയ്യുന്ന അന്തരീക്ഷത്തിൽ നിന്ന് ഒരുപാട് മലിനമായ സാധനങ്ങളോ വിഷാംശങ്ങളുള്ള വസ്തുക്കളോ ആയിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് വരാം. പിന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളിൽ സ്വാഭാവികമായി തന്നെ ഇത് വരാം. അങ്ങനെ ഒത്തിരി കാരണങ്ങൾ കൊണ്ട് ഫാറ്റി ലിവർ വരാം. ചിലർക്ക് ജെനറ്റിക് ആയിട്ട് ഇത് വരാം. അങ്ങനെ ഈ പറഞ്ഞ ഒത്തിരി കാരണങ്ങൾ കൊണ്ടുവരാം. അപ്പോൾ ഇതിലെ കാരണമനുസരിച്ച് നമ്മൾ ചികിത്സിച്ചാൽ മാത്രമേ പഴയ ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് നമ്മുടെ ലിവറിനെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കൂ. അപ്പോൾ ഇതിൽ ആൽക്കഹോൾ കുടിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായും അയാൾ ആദ്യം ചെയ്യേണ്ടത് ആ ശീലം അങ്ങ് മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത് എല്ലാവർക്കും ഒരുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഡയറ്റ്. അപ്പോൾ ഇങ്ങനൊരു ഫൈൻഡിങ് കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഹെൽത്തി ഡയറ്റിലേക്ക് മാറുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് കഴിക്കരുത്, എന്ത് കഴിക്കുക എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. ഒരു കാരണവശാലും സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ സംഭവമേ നമ്മൾ കഴിക്കാൻ പാടില്ല. കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഡയറ്റ് ഡ്രിങ്ക്സ് ഇതൊന്നും കഴിക്കരുത്. നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നത് വെള്ളം കുടിക്കാം, ചായ, കാപ്പി ഓക്കെയാണ്, അത് നമുക്ക് പാലിട്ടോ ഇടാതെയോ കുടിക്കാം. പിന്നെ നമ്മുടെ ഗ്രീൻ ടീ, ലെമൺ ടീ, അങ്ങനെ മിൻറ്റ് ടീ, അങ്ങനത്തെ മസാല ചായകളൊക്കെ വളരെ ഹെൽത്തിയാണ്. ഇതിനകത്ത് ഷുഗർ ഉപയോഗിക്കരുത് എന്നുള്ളതാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. ഷുഗറിന് പകരം നമുക്ക് ഹണി ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഡീപ്പ് ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. കാരണം അങ്ങനെ നമുക്കത് പറ്റില്ല, തീരെ അത് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ എയർ ഫ്രയർ ഉപയോഗിക്കുക. അതിനകത്ത് ഹൈ സ്മോക്കിംഗ് പോയിന്റ് ഉള്ള ഓയിലുകൾ ഉപയോഗിക്കുക. ഉദാഹരണത്തിന് ഒലിവ് ഓയിൽ, റിഫൈൻഡ് കോക്കനട്ട് ഓയിൽ, അവക്കാഡോ ഓയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഗീ, ഇത് ഉപയോഗിച്ച് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഉള്ളത്
നമ്മൾ കഴിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഹെൽത്തി ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. അതിൽ തന്നെ ഫ്രൂട്ട്സിൽ ബെറി വിഭാഗത്തിലെ പഴങ്ങൾ വളരെ നല്ലതാണ്. ബ്ലാക്ക് ബെറി ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും എളുപ്പത്തിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങളുടെ ഡയറ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ വെജിറ്റബിൾസിലാണെങ്കിൽ പ്രത്യേകിച്ച് ബ്രൊക്കോളി, ക്യാബേജ്, ബീറ്റ് വിഭാഗത്തിൽ വരുന്ന ബീട്രൂട്ട് പോലത്തെ അങ്ങനെയുള്ള വെജിറ്റബിൾസ് കുറച്ചുകൂടി ലിവറിന് പ്രത്യേകമായി നല്ലതാണ്. പിന്നെ നമ്മുടെ മഞ്ഞൾ വളരെ നല്ലൊരു ലിവറിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു ഘടകമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു ടീസ്പൂണെങ്കിലും മഞ്ഞൾ ഒരു ദിവസം പല പാർട്സായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്ത് നല്ല മഞ്ഞൾ കൺസ്യൂം ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആൻഡ് ഡയറ്റിലേക്ക് മാറുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കുറയും. പിന്നെ നല്ലൊരു എക്സസൈസ് റൊട്ടീൻ ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ ദിവസം ഒരു 1 hour കണ്ടിന്യൂസ് ആയിട്ട് നല്ലപോലെ എക്സസൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫാറ്റ് ബേൺ ചെയ്ത് കുറേ അങ്ങനെ പോകും. അപ്പോൾ നമ്മൾ ആൽക്കഹോളിസം കൺട്രോൾ ചെയ്യുക, നല്ലൊരു ഹെൽത്തി ഡയറ്റ് പാറ്റേൺ എടുക്കുക, നല്ല എക്സസൈസ് ചെയ്യുക. ഇനി നിങ്ങളുടെ മറ്റെന്തെങ്കിലും ഒരു അസുഖമാണ് ഇതിന് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നതെങ്കിൽ ആ അസുഖത്തിന് വളരെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിങ്ങനെ ഒരു ഫൈൻഡിങ് കാണുമ്പോൾ തന്നെ ഒരുപാട് അത് വേഴ്സ് ആവുന്നതിന് മുമ്പ് ജീവിത രീതികൾ കൊണ്ട് തന്നെ ഫാറ്റ് ലിവർ ഒത്തിരി നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ വിഷയത്തെ പറ്റി ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ സൂചിപ്പിക്കേണ്ടതാണ്. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക, ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു.